വീട്ടിൽ അപ്രതീക്ഷിതമായി കയറി വന്ന് നമ്മുടെ കുഞ്ഞുവാവയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. കുഞ്ഞുവാവയ്ക്കൊരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്, പിന്നെ വാക്സിനേഷൻ, ഡിവോം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പോയിട്ട് അഡ്വൈസ് ചോദിക്കാമെന്ന് വിചാരിച്ചു ഡോക്ടറെ അടുത്ത്. ബൂക്കിയെ ലക്കിയൊക്കെ ഞാനിങ്ങനെ തയ്യാറാക്കി റെഡിയാക്കി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ബൂക്കി ഇവിടെ നിർത്തൂ, നമ്മളെല്ലാവരും കൂടി പോയാൽ ബുദ്ധിമുട്ടാവും, അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണല്ലോ, പോയിട്ട് പെട്ടെന്ന് വരാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബൂക്കിയെ എങ്ങനെ ഇവിടെ നിർത്തിയിട്ട് പോകും? കാരണം ലക്കിയെ ഇരുത്തിയിട്ട് പോകാൻ പറ്റില്ല, ലക്കി കുഞ്ഞാണെന്ന് പറയാം. പക്ഷേ ബൂക്കിയാണ് അതിനേക്കാൾ കുഞ്ഞ്. കാരണം നമ്മളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി ഗേറ്റ് അടച്ച് പോകുമ്പോൾ അവൻ്റെ മനസ്സ് എത്രത്തോളം തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, അത് സാരില്ല, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു വാക്ക് തർക്കം അവിടെ ഉണ്ടായി. അപ്പോൾ ബൂക്കി ഇങ്ങനെ മമ്മ പറഞ്ഞു കൊടുക്ക്, ശരിയാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ എന്നെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കുഞ്ഞുവാവയ്ക്ക് മോട്ടു എന്നാണ് ഇപ്പോൾ പേര് വിളിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2-3 പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ ലോക്കി എന്ന് പറഞ്ഞിട്ട്, ഒരാൾ കൂക്കി എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഞാനൊരു കണ്ട പേരാണ് മോട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ലോക്കി എന്ന് വിളിക്കുമ്പോൾ ലക്കി ഓടി വരും. കാരണം അത് ആ പേരിനോട് ഭയങ്കര സാമ്യമുള്ളതുകൊണ്ട് അവർക്ക് കൺഫ്യൂസ്ഡ് ആവും. അതുപോലെ തന്നെ കൂക്കി എന്ന് പറയുമ്പോഴും ബൂക്കി എന്ന് പറയും, അത് അടുത്തടുത്താണല്ലോ വരുന്നത്. പിന്നെ ഞാൻ കണ്ട പേര് മോട്ടി എന്നുള്ള പേരാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ ആൺകുട്ടി ആയതുകൊണ്ട് എന്നാൽ പിന്നെ മോട്ടു എന്ന് വിളിക്കുക. അപ്പോൾ അതാവുമ്പോൾ ഒരു പേരുമായിട്ടും സാമ്യമില്ല, അതുകൊണ്ട് ഞാൻ മോട്ടു എന്നാക്കി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിന് വിളിച്ചോളൂ. അപ്പം ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോട്ടുവിനെ കിട്ടിയ കഥ പറയുമായിരുന്നു ഞാൻ. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബൂക്കി അസാധാരണമായ എന്തോ സംഭവം കണ്ടതുപോലെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, എന്താ ബൂക്കി, എന്താ ഇങ്ങനെ ഒച്ചെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗേറ്റിനോട് ഒരു കുഞ്ഞു തല. അപ്പം ഞാൻ ഓടി ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച അമ്മയുണ്ടാവും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആരെയും അവിടെ കാണാനില്ല. ഈ കുഞ്ഞ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഓട്ടോ പോകുമ്പോൾ ഓട്ടോയുടെ പിന്നാലെ, 2 വീലർ പോകുമ്പോൾ 2 വീലറിൻ്റെ പിന്നാലെ. ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പയ്യനോട് ചോദിച്ചു, നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, ഇതിൻ്റെ അമ്മ വണ്ടി തട്ടി മരിച്ചുപോയി, 3 കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടായിരുന്നു, അതും മരിച്ചുപോയി, ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ, ആരും ഇവിടെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അടുത്തൊരു വണ്ടി വന്നപ്പോഴത്തേക്കും ആ വണ്ടിയുടെ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ഈ പയ്യൻ പതുക്കെ ദൂരെ, എനിക്ക് ഓടി എത്താൻ പോലും പറ്റാത്ത വിധത്തിൽ അവൻ ഓടിക്കളഞ്ഞു. അവൻ്റെ കുഞ്ഞിക്കാലം കൊണ്ട് കുടുകുടുകുടുന്ന് പറഞ്ഞ് ഓടിപ്പോവുമായിരുന്നു. അപ്പോൾ പിറകെ ആ പയ്യൻ ഓടിപ്പോയിട്ട് ഇവനെ ഇങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഞാൻ ബൂക്കിയെ പിടിക്കാനായിരുന്നു. ബൂക്കി കിടന്ന് ഇങ്ങനെ ഈ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കും ഓട്ടവും ബഹളവും, എനിക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഞാൻ ബൂക്കിയെ പിടിച്ച് ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പോൾ ആ പയ്യനെ ഗേറ്റിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് ഗേറ്റ് അടച്ചിട്ട് പോയി. അങ്ങനെ അവനിപ്പോൾ എൻ്റെ കയ്യിലായി. ഇവനെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് 2-3 കമൻസ് എല്ലാം ഞാൻ കണ്ടായിരുന്നു. വലുതാകുമ്പോൾ വഴിയിൽ ഉപേക്ഷിക്കില്ല എന്നുള്ള ഉറപ്പുള്ളതും ഇവനെ പൊന്നുപോലെ സ്നേഹിച്ച് വളർത്തുന്നവർക്ക് മാത്രമേ കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഒന്ന് വന്ന് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാവണം. അതൊക്കെ അപ്പം വരട്ടെ. ഇപ്പം എന്തായാലും ഇവനെ ഒന്ന് ആരോഗ്യം വെപ്പിച്ചെടുക്കണം, അതാണ് ഇപ്പം എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ലക്കി ബേബിയോട് ഞാൻ പുറകിലിരിക്കാൻ പറഞ്ഞു. കാരണം ഇവനെ ഒന്ന് ഡ്രൈ ബാത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേഹത്തിൽ ചെറിയ ചെറിയ ചെള്ളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കൂടുതലും ലക്കിയെ അടുത്തിരുത്താതെ ഞാൻ ബാക്കിലിരുത്തുന്നത്. അങ്ങനെ അകത്ത് കയറി മോട്ടുവിൻ്റെ വെയിറ്റ് എല്ലാം നോക്കിയപ്പോൾ 1 കിലോ അത്രയേ ഉള്ളൂ അവൻ്റെ വെയിറ്റ്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ, ഡ്രൈ ബാത്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ അവന് നല്ല തണുക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൊതിഞ്ഞ് കിടത്തിയപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അത് മാത്രമല്ല ചെള്ളിനുള്ള സ്പ്രേയും അടിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് തന്നെ ഞാൻ കോംബ് ചെയ്ത് കൊടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് കുറേ നേരം കോംബ് ചെയ്ത് എല്ലാം കളഞ്ഞു. എങ്കിലും ഞാൻ ആ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് ഇരുത്തി. അപ്പം ഞാൻ ബൂക്കിനെയും ലക്കിനെയൊക്കെ ബാക്കിൽ തന്നെ ഇരുത്തി. പിന്നെ ബൂക്കിനെ അങ്ങനെ ഇരുത്തിയാലും ഇരിക്കുകയൊന്നുമില്ല, പിന്നെ കുഴപ്പമില്ല. ലക്കിനെയാണ് എനിക്ക് പേടി, അവന് നിറയെ ഹെയർ ഉള്ളതുകൊണ്ട് അവനെ മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്ന് വിചാരിച്ചു. പണ്ട് ബൂക്കിയെ കയ്യിൽ കിട്ടിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ദേഹത്ത് നിറയെ ചെള്ളെല്ലാം പിടിച്ച്, പിന്നെ ചെവിയെല്ലാം ഭയങ്കരമായിട്ട് സ്കിൻ ഡിസീസൊക്കെ നല്ല പോലെ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിന് ചെവിയിലൊന്നും അങ്ങനെ ബാധിച്ചിട്ടില്ല, ദേഹത്ത് കുറേ ചെള്ളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ വീടെത്തി. അപ്പോൾ എല്ലാവരും ഇറക്കാനുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ.